ഈ വിദ്യാലയങ്ങളെ കാവ്യോത്കരണം നടത്തുന്നു എന്നൊക്കെ വലിയ പരാതിയാണ് സഖാക്കന്മാർക്ക്. ഗുരുപൂർണിമ ദിവസം അവിടെ ഒരു സ്കൂളിൽ ഒരു ഗുരുപൂജ നടത്തി. അതായത് ഗുരുവിന്റെ പാദപൂജ അല്ലേ, അത്തരത്തിലുള്ളൊരു ഒരു ചടങ്ങ് അവിടെ നടത്തിയിരുന്നു. അതിലൊന്നുമില്ല, പുഷ്പങ്ങൾ വച്ച് പാദം തൊട്ട് നമസ്കരിക്കുന്നു. ഇതാണ് ഇത് ചെയ്യുന്ന കാര്യമാണ്. ഇത് എല്ലാ മഹാത്മാഗാന്ധിയുടെ എല്ലാ ഗാന്ധി ജയന്തിയിലും മറ്റും മഹാത്മാഗാന്ധിയുടെ പ്രതിമയിലൊക്കെ ഇത് എല്ലാ സ്കൂളുകളിലും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. ഇതിൽ എന്താണ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് അത് ചെയ്യുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് അറിയില്ല. എന്തായാലും ഈ കാവ്യവത്കരണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇതിനെയൊക്കെ വളരെ നികൃഷ്ടമായിട്ടുള്ള എന്തോ എത്ര വർഷങ്ങൾ പുറകോട്ടടിക്കുന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതായത് ഗുരുപൂജ എന്ന് പറയുന്ന ചടങ്ങാണ് അവിടെ നടത്തിയത്. ഗുരുപൂർണിമയുടെ ഭാഗമായിട്ടുള്ള സ്വാഭാവികമായിട്ട് നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാ ഈ പറയുന്ന ഉപനിഷത്തുക്കളും ഗീതയും എല്ലാം എടുത്താൽ തന്നെ ഗുരുശിഷ്യ സംവാദമാണ് അവിടെ നടക്കുന്നത്. ആ ഗുരുശിഷ്യ സംവാദത്തിലൂടെയാണ് വിജ്ഞാന കൈമാറ്റം നടക്കുന്നത്. ഗുരു പരമ്പരയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. വന്ദേ ഗുരു പരമ്പര എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ എന്താണ് ചെയ്തത്? കുട്ടികൾ ഗുരുവിന്റെ പാദത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് അവരെ നമസ്കരിച്ചു. സ്വാഭാവികമായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് ആ കുട്ടികൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാണ് ഗുരുവിനെ ബഹുമാനിക്കുക എന്നുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട്, മാതാപിതാ ഗുരു ദൈവം. ഇത് ഏറ്റവും പ്രധാനം. ദൈവത്തിനേക്കാൾ മുന്നിലാണ് ഗുരുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ ഗുരുവാണ് നമുക്ക് ഈ പറയുന്ന ദൈവത്തെ പറ്റി പറഞ്ഞു തരുന്നത്. അപ്പൊ ആ സത്യത്തെ തിരിച്ചറിയാനും ആ സംസ്കാരത്തെ ഉൾക്കൊള്ളാനും ഇവിടെയുള്ള ഈ അന്തംഗമ്മികൾക്ക് അറിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.